not just a celebration of talent, but a reflection of creativity in motion, dedication and rhythm, and dreams finding their voice. Ladies and gentlemen, welcome to Khayali 2K25. Before we begin this wonderful celebration, let us seek divine blessings. Prayer is the foundation of every meaningful beginning. It fills our hearts with gratitude, strengthens our minds, and unites us in purpose. I invite the school choir to lead us in prayer and guide us into the evening of imagination and joy. All praises before you, Allah, Lord of the whole universe, the beneficent, the merciful, the honor of the day of recompense. Unto you, Allah, Ya Allah, unto you we serve, Ya Allah, only you alone we seek for help and salvation. Please guide us to the righteous path, the path for those who you have blessed, graced, and favor unto them. Never to those who evoke your anger or your wrath, and all of those who had gone astray. A warm welcome has the power to turn a gathering into a celebration. With great pleasure and respect, I invite Sri Ali Kambai, General Secretary of Al Hind Public School, to deliver the welcome address and share the thoughts with us. So please. ഏറ്റവും ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ ചെയർമാൻ അബ്ദുൽ ഖലീൽ സാഹിബ്, നമ്മുടെ സ്കൂൾ മാനേജർ അബ്ദുൽ ഹക്കീം സാർ, പ്രിൻസിപ്പൽ മാം, വൈസ് പ്രസിഡൻറ്റ് സിദ്ദീഖ് സാർ, മറ്റ് മാനേജ്മെൻറ്റ് പ്രതിനിധികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ അൽ ഹിന്ദ് പബ്ലിക് സ്കൂളിൻ്റെ 21ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ ദിനമാണിന്ന്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ അല്ലെങ്കിൽ അതിലുപരിയായി ഒട്ടനവധി നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരിക്കാൻ ഈ വർഷത്തിലും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകി കഠിനമായ ജീവിത ശൈലികൾ, ജീവിത കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലെ കലാപരിപാടികൾക്ക് നമ്മുടെ പ്രിൻസിപ്പൽ മാമിൻ്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സിജില മിസ്സിൻ്റെ കീഴിൽ കൊറിയോഗ്രാഫർ ഷഫീഖ് സാർ ടീമിന് ഒപ്പം തന്നെ നമ്മുടെ അധ്യാപകരും മാസങ്ങളായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഇവിടെ
ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കലാപരിപാടികൾ നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ വിജയാശംസകളും അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പാരൻസിന് വേണ്ടിയുള്ള കലാകായിക മത്സരങ്ങളിൽ വീറും വാശിയോടും കൂടി പങ്കെടുക്കുകയും സമ്മാനത്തിന് അർഹരാകുകയും ചെയ്ത മുഴുവൻ രക്ഷകർത്താക്കളെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്കൂളിൻ്റെ മുഴുവൻ വിജയങ്ങൾക്കും എന്നും താങ്ങും തണലുമായി നിന്ന രക്ഷകർത്താക്കളായ നിങ്ങളുടെ മുഴുവൻ സഹായ സഹകരണങ്ങളും തുടർന്നും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ പരിപാടിയുടെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ചെയർമാൻ കെ അബ്ദുൽ ഖലീൽ സാഹിബിന് ഞാൻ ഈ പരിപാടിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ ഇവിടെ എത്താമെന്ന് ഏറ്റിരിക്കുന്നത് ആക്ടർ ടിനി ടോം സാറാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ അബ്ദുൽ ഹക്കീം സാർ, ഈ പരിപാടിയുടെ പേരിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ മാമിനെയും ഞാൻ ഈ പരിപാടിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കും. നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് വി കെ സിദ്ദീഖ് സാറിനെയും ഞാൻ ഈ പരിപാടിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കും. അതുപോലെ ഒട്ടനവധി മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, ഈ പരിപാടിയുമായി സഹകരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your gracious words. Strong institutions are built on strong leadership, leadership that guides, inspires, and believes in dreams. It is our honor to invite the chairman of Al Hind Public School, Sri K. Abdul Khalil, to deliver the presidential address. Sir, please. സ്നേഹം നിറഞ്ഞ നമ്മുടെ അൽ ഹിന്ദ് സ്കൂളിൻ്റെ മാനേജർ, നമ്മുടെ ചങ്ങാടിശ്ശേരി മുസ്ലിം ജമാഅത്തിൻ്റെ അമരക്കാരനും ഉസ്താദുമായ ആഷിഖ് ഇബ്രാഹിം ഉദവി ഉസ്താദ് അവരുടെ, അൽ ഹിന്ദ് സ്കൂളിൻ്റെ സെക്രട്ടറി അലി, ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഉമ്മർ, ഈ സ്കൂളിൻ്റെ ആദ്യകാലം മുതൽ ഇതിൻ്റെ പ്രവർത്തനവുമായി അഹോരാത്രം പണിയെടുത്ത വൈസ് ചെയർമാനും നമ്മുടെ ജമാഅത്തിൻ്റെ മുൻ സെക്രട്ടറിയുമായ വി കെ സിദ്ദീഖ്, സ്നേഹം നിറഞ്ഞ നമ്മുടെ ഹെഡ്മിസ്ട്രസ് മാഡം, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, അൽ ഹിന്ദിൻ്റെ ഡയറക്ടേഴ്സ് അവരുകളെ, സ്നേഹം നിറഞ്ഞ അധ്യാപകർ, വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കൾ, നമ്മുടെ അൽ ഹിന്ദ് പബ്ലിക് സ്കൂളിൻ്റെ 21ാമത് ആനുവൽ ഡേ ആണ് ഇന്ന് നടക്കുന്നത്. 21 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായി നാം ഇന്ന് ഈ കൊണ്ടാടുന്ന ഈ ആനുവൽ ഡേ എൻ്റെ ഹൃദയത്തിൽ തളച്ചു കയറുന്നത് 11 വർഷമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികൾ SSLCക്ക്
ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റൻഷനുമായി ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമാണ്. നമ്മുടെ സ്കൂളിൻ്റെ ആ നിലവാരം ഉയർത്തുവാനും കുട്ടികൾക്ക് ശരിയായ രീതിയിൽ അധ്യാപനം നടത്തുവാനും നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസിൻ്റെ നേതൃത്വത്തിലുള്ള ടീച്ചർമാർ സുശക്തം അധ്വാനിക്കുന്നതിൻ്റെ ഫലമാണ് അത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അധ്യാപകരുടെ ആ പ്രോത്സാഹനത്തിന് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും കൂടെ രക്ഷകർത്താക്കളായ നിങ്ങളും പങ്കുചേർന്നാൽ ഈ സ്കൂളിൻ്റെ അമൂല്യമായ ഈ നേട്ടം ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ ഹെഡ് മിസ്ട്രസുമായും മാനേജറുമായും നിങ്ങൾ ബന്ധപ്പെടണം, പോരായ്മകൾ മാറ്റണം. അതിന് അമാന്തം വെച്ചുകൊണ്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് സ്കൂളിനെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ഈ അന്തരീക്ഷം, കലാലയ അന്തരീക്ഷവും മോശമാകും. കലാലയ അന്തരീക്ഷത്തിൻ്റെ ഡിസിപ്ലിൻ 100% കാത്തു സൂക്ഷിക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് ഈ അൽ ഹിന്ദ് മാനേജ്മെൻറ്റ്. അതിന് കോട്ടം വരുന്ന ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഈ മാനേജ്മെൻറ്റ് തയ്യാറാകില്ല. അതുകൊണ്ട് രക്ഷകർത്താക്കളായ നിങ്ങളുടെ മക്കളോട് കൃത്യമായി കാര്യങ്ങളെല്ലാം പറയുകയും ഞങ്ങളോടും അധ്യാപകരോടും ഒന്നിച്ച് സഹകരിച്ച് നമ്മുടെ ഈ മനോഹരമായ ഈ അൽ ഹിന്ദിൻ്റെ ഈ നിലനിൽപ്പിന് ഇപ്പോൾ നിലവിലുള്ള ആ നല്ല അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കാനും ഉസ്താദെല്ലാം ഉണ്ട്. നമ്മുടെ ബഹുമാന്യനായ റിനി ടോം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. നമ്മുടെ ജമാഅത്തിൻ്റെ മുൻ പ്രസിഡന്റ് KM ഷംസുദ്ദീൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലുള്ള എല്ലാ ആളുകളും ഇനി പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you, sir, for your inspiring words and constant guidance that continue to strengthen our institution. A school's success is measured not by its achievements, but by the growth, values, and confidence it instills in its students. To present a glimpse of our school's progress, accomplishments, and milestones over the past year, I invite our respected principal, Srimati Chitra TG, to present the annual report. Madam, please. Today's chief guest, Mr. Tini Tom, famous cine artist, all other respected dignitaries on and off the dais, teachers, non-teaching staff, parents, and my children. A very proud evening to one and all present here. Today, we all are assembled here for celebrating the 21st annual day of Al Hind Public School. And we know that to every annual day is very important and very precious for each and every one of us, because we are not only celebrating the childhood, we are celebrating the whole year's efforts. Whatever tireless efforts, hard works, perseverances, the whole year we faced, all will reflect the same day. And we want to express it with the programs
children are going to present in front of you. The talents will reflect. We can enjoy with that, and we have to be proud with that. This whole year's effort, the tireless effort from the teacher's side, and not only that, it will balance always by the parents. All the stakeholders are present in the same day here. Parents, not only the parents, our visionary management, their support, I can't express in a particular word. It's that much. And the parents, management, and teachers, together, even children are also there. Moving a particular year means it's not a simple thing to say. And the particular words are not enough for expressing that. Our children excellently performed in their academics, and not only in that, in curricular, extracurricular activities also, they presented. There also, they showcased their excellency. It's because of our support. And not only our support, your support also there. And throughout the year, whatever milestones we achieved, goals we decided to do, and whatever destinations we dreamed, everything came to this day. And I got an opportunity to present that in front of you. I'm really profound and honored to be over here for presenting the report. And in that report, it includes everything. The milestones I already told, milestones, number of milestones, I think infinite numbers, but the point ones we mentioned over there. And we presented in whatever things we presented here, we achieved here, everything included in that report. And I'm really proud to invite you people to hear that and to listen that. It's a request to listen and be patiently listen that. And let me invite all of you towards a report of academic year 25. And let me over to the report. And thank you. Have a great evening. A very warm and proud welcome to all of you on this joyous occasion of the annual day celebration of Al Hind Public School. An annual day is not merely a celebration, it's a reflection of years' worth of dedication, perseverance, and collective effort. Today, we come together to acknowledge the milestones achieved, the challenges overcome, and the values upheld by our school community during the academic year. At Al Hind Public School, we strive to nurture not only academic excellence, but also character, discipline, creativity, and social responsibility. Every achievement recorded is a result of the tireless efforts of our teachers, the enthusiastic participation of our students, the constant support of our parents, and the guidance of our management. The annual day report that will be presented shortly offers a comprehensive overview of our academic progress, co-curricular accomplishments, and institutional growth over the past year. It stands as a testament to our shared commitment to holistic education and continuous improvement. With these words, I now invite your kind attention to the annual day report, which encapsulates the journey, achievements, and aspirations of Al Hind Public School for the academic year. As per the guidelines of CBSE, the school aims to develop an engaged, productive, and responsible citizen in alignment with the National Education Policy 2020. The school continues to excel in co-curricular pursuits, setting new benchmarks with each passing year. The academic year witnessed a remarkable and commendable performance on the CBSE board examination AISSE 2024-25 for class 10, achieving 100% pass results, reflecting the dedication of our students and the relentless efforts of teachers. In class 10, a total of 28 students had appeared for the exam. The school bagged 1 full A1, 21 distinctions, and 7 first class. Henna Sumaya AS was the school topper for the academic year 2024-25. She secured full A1 in all subjects.
Henna was the subject topper in science, 93 out of 100, and one of the topper in Malayalam, 99 out of 100. Mohammad Ramiz Emma, subject topper in mathematics, 97 out of 100, and Hindi, 90 out of 100. Famida Fazeen, subject topper in English, 96 out of 100. Haifa Nazrin Naushad, subject topper in Malayalam, 99 out of 100. Ansha Fatima PN, subject topper in social science, 99 out of 100. In the month of May 2025, school had organized orientation classes for teachers to boost up the subject knowledge, to shape the instructional skills, and to align with school goals. The school reopened June 2nd, 2025 from classes UKG to 10th standard. Al Hind Public School had welcomed the Tiny Toads LKG students on June 11, 2025. The parents' awareness was led by Ustad Aliyar Ali Qasimi on the same day. On June 14, 2025, Al Hind conducted a PTA General Body meeting. The guest for the day was MP Faisal Ashari, Principal Ashar ul Ulum Arabic College. School Parliament election was held on July 2, 2025. The students were elected are Head Girl Kumari Narmin MA Class 9, Head Boy Master Ayan Sheikh Mohammed Class 10, Sports Captain Fizza TS Class 8A, Arts Captain Namir Muhammad Class 8A, Blue House Captain Asif Salman Class 9A, Vice Captain Nasa Aisha Class 8B, Greenhouse Captain Hadi Anshad Class 10B, Vice Captain Hayat Asmin Class 9A, Red House Captain Amir Zayan Class 9A, Vice Captain Safa Fatima Class 9A, Ella House Captain Shihaz Karim Class 9A, Vice Captain Fatima Zahra CS Class 9A. Leadership is not about being in charge, it is about taking care of those in your charge. Al Hind conducted investiture ceremony on July 14, 2025. The chief guest for the day was Shri T.P. Salim Kumar IRS, Deputy Commissioner of Customs, Cochin International Airport. We have encompassed sustainable development goal in our school assembly, which can be gear up the curriculum. SDG assembly was presented by different school clubs. The clubs in our schools are Literary Club, Maths Club, Science Club, Quiz Club, Philanthropic Club, and Media Club. Each club was in charge of presenting the following topics: zero hunger, gender equality, quality education, no poverty, industry innovation and infrastructure, etc. The special days observed in our school are World Environmental Day on June 4th, Reading Day on June 19th, Read Aloud and public speaking competitions were held, International Yoga Day on June 21st, Mass Yoga performance was held on the same day, International Day Against Drug Abuse and Illicit Trafficking, June 26th, Malala Day on July 12, International Justice Day July 17, Independence Day on August 15, National Postal Day on October 19, Children's Day on November 14th. We had number of outreach programs for our teachers. Various department teachers attended capacity building programs organized by the Kochi Metro Sahodaya. We had so many outreach programs for our students also. As part of International Day Against Drug Abuse and Illicit Trafficking, an awareness class by S.A. Sanal Kumar, Assistant Excise Range Officer, Alua, interacted with the students from class 8 to 10. Awareness on sugar intake and sugar-based display was held under the auspices of Science Department. Students of class 9 had visited the state seed farm at Okkal as part of the academic curriculum, which provided them a deep insight into the field of agriculture. A motivational session taken by Kumari Aisha Nazrin. That session was for class 10 on the topic how to prepare. Number of educational activities conducted by KG department. A Doctor's Day was observed on June 16, 2025 to honor the dedication, sacrifices and vital contributions of doctors to society. Fruits Day on July 18th was observed to promote healthy eating habits. A Friendship Day was observed on August 4th to promote and to value friendship across different backgrounds and abilities. Umbrella Day on August 19th, which enabled the students to learn about the monsoon season. Emoji Day on October 31st was celebrated to encourage children to explore their emotions and express themselves
Red Day was celebrated on December 3rd with an objective to teach color recognition. Aside from the regular academics, different activities were incorporated with the curriculum: a nature walk, seminars, class exhibitions, debates and discussions, role play, cooking without fire, model making, experiential learning for mathematics, etc. And with that, Al Hind supervising a special hour on every Wednesdays as a reading hour, which we called as a Bloom Hour, for promoting reading and making the children aware with the importance of personal growth through reading. As per the CBSE instructions, structured assessment for analyzing learning assessment in digital mode, SAFL, was conducted from 10th November to 6th December 2025. Communicative English activities in school are vital because they more beyond grammar rules to build real-world fluency by providing practical experience in speaking, listening, and interacting, preparing them for global opportunities and foster better social connections. Picture dictatives, chord breakers, the great riddle challenges, wordscape, etc. Apart from that, an audio for enhancing listening skills is also shared with the students, after from which they have to answer the questions provided. Promo videos for each campus activity highlight our students to show well with confidence and to boost enrollment and community connection. Yet another important aspect is about the Al Hind Radio, where interested students are given a platform to be RJs, which help them to boost up their confidence and opportunity. Arts and sports days crucial for holistic development, fostering teamwork, discipline, confidence, and physical or mental health. At Al Hind, students actively participated for Renge Funon Art Fest on August 13 and 14th, Sparta Annual Sports Day on November 19 and 20th, and Renge Munch Kids Fest on November 15th. The chief guest for Sparta Annual Sports Day was Mr. Yusuf K. Ibrahim, Superintendent of Customs, Cochin International Airport. Bulletin board competitions were also organized on the basis of the importance of the observation days. Al Hind Public School always value the presence of its parents for both academic and non-academic activities, as it strengthen the bond and improve the communication between the parent and the school. The school had organized various competitions for the parents. As a part of Onam celebration, we conducted a parent program, Flourishing Family Fiesta, which includes a number of programs. The chief guests for the day were Mr. Jamshir Kainikara, the famous singer, and Ms. Letha K, Master Chef, Grand Hyatt Kochi Bolgati, graced our special occasion. 20 launch of the musical band of Al Hind and the first release of Al Hind News Bulletin was held on the same day. Our students participated in various inter-school competitions. CBSE Class 11 Kho Tournament 2025. Following students were selected for the Best Player Award. Under 14 category girls, Asna Naurin SM 8A. Under 14 category boys, Afam Munir 8A. Under 17 category girls, Fizatius 8A. Under 17 category boys, Ashit PS 8A. CBSE Class 11 Under 14 and 17 Football Tournament at Fact Ground and Athletics at Maharajas Ground, Ernakulam. Fizatius 8A secured third position for long jump athletic meet under 17. Vallathol Memorial Library offstage competitions on August 9 and 10th, conducted by Vallathol organization. Amina Mizriya PM 10A secured first prize for poem writing Malayalam. I at Najat Public School, Alia Marin, MA of 3rd Standard, secured second prize for clay molding. Nakshatra Fest organized by Mahilalaya School. Our 3 students secured good rank positions. Sakin Ahad, UKGA, second prize for fancy dress. Muhammad Hatim, LKGE, third prize for fancy dress. Ira Almira CA, UKGA, third prize clay modeling. National drawing competition organized by Kalabharati Child Art Institute, Maharashtra. Izazamzam PV secured consolation award in national level. Iza Mariam LKGC, Hiba Mariam 1A, Naira Binath Nisamuddin 2D, Haiza Layan 3C, Alpha Amina 6B, and Muhammad Fadi 9A secured different rank positions in the same competition.
National Handwriting Competition organized by Kalabharati Child Art Institute. The following students were awarded with certificates and medals: Haya Zara UKGC, Muhammad Adam Suraj 1F, Amina Izzat SM 2C, Alia Amrin MA 3D, Minha Fatima MN 4E, Muhammad Ramzan 5E, Fatima Rabia PA 7B. Apart from this, our students also participated in the Vista competition conducted by Rajagiri Public School, Dromos conducted by Marthoma Public School, and Noore Ilahi conducted by Alamin Edapalli. Our students participated for the Kochi Metro Sahodaya Kalolsav and secured different grades, especially A grades in number of programs category wise. Our students had participated in various scholarship examinations, includes Smart Spelling Bee, International Math Talent Olympiad, Study and Learn National Olympiad in English, Study and Learn National Olympiad in AI. And among this, especially I want to mention one name, Muhammad Nabil KA 7B, who won the first rank in the Smart Spelling Bee State Grand Finale examination. Great achievement. The school has arranged educational tour to our class 10 students. Our school had number of certificates of achievements also. The school is certified by Edathala Panchayat as tobacco-free education institution, as the school has met the criteria for tobacco-free campus as per the guidelines of Health and Family Welfare of Government of India. One of our teachers, Ms. Flolit Joss, has been awarded the Best Teacher Award by Kochi Metro Sahodaya on 10th September 2025. We are extremely proud to share the remarkable achievement of one of our students, Muhammad Hamil of grade 4, who successfully crossed the Periyar River in a short span of time. This outstanding feat reflects determination, courage, and perseverance and brings great honor to our school. As I conclude this annual day report, I extend my heartfelt gratitude to our visionary management, dedicated teachers, supportive parents, and resilient students for a year marked by achievement and growth. This report not only showcases our accomplishments but also reflects the journey we have undertaken together. Thank you for your unfailing support and steadfast belief in our vision. May we continue to reach new heights together. Once again, thank you all. Thank you, Madam, for presenting the inspiring journey of Al Hind Public School. Words have the power to enlighten minds and enrich souls. It is with deep respect and admiration that I invite Janab Al-Hafil Muhammad Ashik Ibrahim Hudavi, Chief Imam of Pengatasheri Muslim Jamaat, to deliver the keynote address. Sir, please. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina wa Maulana Muhammad. Respected Honorable Chairman of this institution, Janab Shri K.K. Abdul Khalil Sahib, and a man who always stands as the definition of real dedication, the General Secretary of Al Hind Public School, Sri Ali Kambai, and the man who always takes this institution from the inspiration to aspiration, the real visionary leader, the manager of this institution, Janab Abdul Hakim Sahib, and the chief patron, main pillar of this institution, our great principal, Srimadi Chitra TG, and the vice president of Pengatasheri Muslim Jama'ah, Advocate V.K. Siddiq Sahib, and Sri M.B. Koyakuti Sahib, and the executive member of Al Hind School, Sri Shamsuddin Kedakat. It is very immense pleasure and honor to stand in front of you
on the special celebration occasion of 21st annual day of Al-Hind Public School. This is a special school nurtured by great mosque Pengatasheri Muslim Jama'ah, and I am very honored to stand in front of you on this special occasion with all the dedicated and most immense pleasure who are eagerly waiting the performance and the great results of their great efforts. All the teachers of this institution, they are the real architect of Al-Hind Public School. And also the very supportive management and all the parents, all the young charming minds of this institution, my real students. I am struck by hearing and watching the theme of this celebration, Khayali, the dreamful imagination. Each and every great leaders and each and every great scientist, all the persons who took the successful life in their life, they are all made the vision of a dreamful, successful mindset in their young lives. ख्वाब देखना कमजोरी नहीं है, ऐसा एक उर्दू शायर ने बताया है। ख्वाब देखना एक कमजोरी बात नहीं है, अपने जिंदगी का पहली सीढ़ी है ख्वाब. സ്വപ്നം കാണുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. The dreamful journey of every student, it takes to a destination, and the whole imagination always make the knowledge very powerful and disciplined. And this kind of discipline, it gives many kind of values to their life. മനുഷ്യന് ജീവിതത്തിൽ മൂല്യങ്ങൾ കൊണ്ടുവരുന്നത് ആഴത്തിലൂന്നിയ വിദ്യാഭ്യാസമാണ്. ആ വിദ്യയിലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടെത്തിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വപ്നമാണ്. തഅലീം ഓ ഏക് ചിറാഗ് ഹേ, വിദ്യ എന്ന് പറയുന്നത് ഒരു ദീപമാണ്. ആ ദീപമാണ് മനുഷ്യനെ പ്രോജ്വലിച്ച് നിൽക്കാൻ മനോഹരമായി സ്വാത്വികനാക്കുന്നത്. അറബിയിൽ ഒരു കവിതയുണ്ട്, തഫുസ് ബിൽ ഇൽമി ഹയ്യം ബിഹി അബദ അന്നാസു അംവാതുൻ വ അഹ്ലുൽ ഇൽമി അഹ്യാഉ. ഇൽമു കൊണ്ട്, ജ്ഞാനം കൊണ്ട്, വിദ്യ കൊണ്ട് സമ്പന്നമാം വിധം ഈ ലോകത്ത് നീ ജീവിക്കണം. വിദ്യ ആർജിച്ചെടുത്തവൻ ഈ ലോകത്ത് മരണമില്ല എന്നത് യുഗീശ്വരന്മാരായ ആളുകൾ തെളിയിച്ചു പോയ യാഥാർത്ഥ്യമാണ്. തമിഴ്നാടിൻ്റെ തീരദേശത്തിലൂടെ ഒരു കൊച്ചുബാലൻ നടന്നു നീങ്ങുകയാണ്. രാമേശ്വരം എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മഹത്തായ പൈതൃകമൂറുന്ന രാജ്യത്തിൻ്റെ അപ്പോസ്തലനായി തീരാൻ മാത്രം സ്വപ്നം കണ്ടുപോയ ഒരു മനുഷ്യൻ ശ്രീ APJ അബ്ദുൽ കലാം. ലോകത്തിന്നും എല്ലാവരെയും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകളാണ്, The dreams are not come in sleeping nights. സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഉറക്കത്തിലൂടെ അതിൻ്റെ താളത്തിൽ കടന്നു വരുന്നതല്ല. But it is the real gift. It takes you to sleepless nights. ഉറക്കം കെടുത്തിക്കളയുന്ന അനന്തമായ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് നിന്നെ നയിക്കുന്നതാണ് സ്വപ്നം. എല്ലാ ആളുകളുടെയും വിജയപ്രദമായ ജീവിതത്തിൻ്റെ പിന്നിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. ഏതൊരു ശില്പിയും അവൻ പണിയുന്ന ആ ശില്പത്തിൻ്റെ ചാരുത ആദ്യം അവൻ്റെ മനസ്സിൽ സ്വായത്തമാക്കുന്നതാണ്. ലോകത്തേത് പ്രസൻറ്റേഷൻ്റെയും പിന്നിൽ കിടക്കുന്നത് ആദ്യം അത് മാനസികമായ ഒരു ഭാവനയിൽ ഒരുക്കി തീർക്കുന്നതാണ്. മനോഹരമായ ഒരു കൊട്ടാരം ആദ്യം നിർമ്മിക്കപ്പെടുന്നത് മാനസികമായ അവരുടെ ഭാവനയിലാണ്. ഇവിടെ ഈ ഇരിക്കുന്ന കൽമോത്സുകരായ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ
21 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മടിത്തട്ടിൽ മനോമുഖരിതങ്ങളിൽ മനാന്തരങ്ങളിൽ താലോലിച്ച് വളർത്തിയ ഒരു സ്വപ്നമാണ് കേവലം ചളിക്കുണ്ടായിരുന്ന ഈ പാടത്ത് ദീപോത്കൃഷ്ടമായി പൊങ്ങി നിൽക്കുന്ന മനോഹരമായ ഈ വെള്ളത്തൂവൽ ചാരുത അണിഞ്ഞു കിടക്കുന്ന അൽ ഹിന്ദ് പബ്ലിക് സ്കൂൾ. അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവീകമായ ഒരു പ്രതീതി സമ്മാനിക്കുന്ന മഹത്തായ പാരമ്പര്യവും പൈതൃകവും തിളങ്ങി നിൽക്കുന്ന വിശുദ്ധമായ പേങ്ങാട്ടുശ്ശേരി മുസ്ലിം ജമാഅത്താണ്. ഇവിടെ തത്തിക്കളിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന പറവകളായ പുഷ്പദളങ്ങളായ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, തുഷാഹീഹ പർവാസ്ഹ കാം തേരാ തേരാ സാമനെ ആസമാൻ ഔറുബീഹെ. ന്യൂയോർക്ക് സിറ്റിയിൽ 26 ബില്യണേഴ്സ് ചേർന്ന് 22 ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചു ഒരു മനുഷ്യനെ തകർത്തെറിയാൻ. പക്ഷേ ഒരു നാടും നഗരവും സ്വപ്നം കണ്ടെടുത്തിടത്തേക്ക് തങ്ങളെ നയിക്കാൻ ഒരു നായകൻ ഉയർത്തെഴുന്നേറ്റ് വന്നു, സൊഹ്റാൻ മംദാനി. ആദ്യമായി ന്യൂയോർക്ക് ജനങ്ങളെ അഭിസംബോധനം ചെയ്യാൻ എഴുന്നേറ്റ് നിന്ന് അയാൾ പറയുന്നത്, ആ വാക്ക് ഞാൻ ഈ അവസരത്തിൽ കടമെടുക്കുകയാണ്, യുവർ ടൈം ഈസ് നൗ. മക്കളെ, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ കാണുന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ എല്ലാ കോപ്പുകളും ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് നിങ്ങളെ നയിക്കാൻ തെരഞ്ഞെടുത്ത 116ഓളം സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. 75ഓളം ദിഷണാശാലികളായ കർമ്മോത്സകരായ ഫുൾ ടൈം ഡെഡിക്കേറ്റഡായ അധ്യാപികമാരുണ്ട്. അവരെ മുന്നിലൂടെ നിങ്ങൾ ഞെളിഞ്ഞമർന്നുകൊണ്ട് ഉയർന്നു പറക്കുക, വലിയ സ്വപ്നങ്ങൾ കാണുക. ആഫ്രിക്കയുടെ തീരത്ത് ഒരു പച്ച പോലും മുളക്കാൻ സാധ്യതയില്ലാത്ത മരുപ്രദേശത്ത് മഹാവിസ്ഫോടനങ്ങൾ തീർത്ത സ്വപ്നതുല്യമായ ഒരു നേതാവ് നെൽസൺ മണ്ടേലയെ പോലെ നിങ്ങൾ ഉയർന്നു പറക്കുക. സൊഹ്റാൻ മംദാനിയെ പോലെ വിജയശ്രീലാളിതരാകുന്ന നായകരായി നിങ്ങൾ തീരുക. സർ APJ അബ്ദുൽ കലാമിനെ പോലെ ഈ രാഷ്ട്രത്തിന് ഒരുപാട് സംഭാവനകൾ സമ്മേളിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണരായി തീരുക. ലോകത്ത് ഉയർന്നു പറക്കുന്ന കലാലയങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഉയർന്നു പഠിക്കാൻ ഈ മനോഹരമായ കലാലയങ്ങൾ നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ ഒരുക്കി തരികയാണ്. ഇസ്ലാമും നമ്മളോട് പറയുന്നത് സ്വപ്നം കാണാനാണ്. മനോഹരമായ ഈ പ്രകൃതി നമുക്ക് നൽകി. ഈ പ്രപഞ്ചാധിപതിയായ സൃഷ്ടാവായ ഒരു തമ്പുരാനെ നിങ്ങൾ മനസ്സിലിങ്ങനെ താലോലിച്ചു കൊണ്ട് നടക്കുക. അതുകൊണ്ടാണ് പുണ്യനബി പറയുന്നത്, അത്തഫക്കുറു സാഅതൻ ഖൈറും മിൻ അൽഫി റക്അ. ഒരു നേരം ഈ പ്രകൃതിയുടെ മനോഹാരിതയിൽ ലയിച്ചു ചേർന്ന്, എത്ര സുന്ദരമാണ് ആകാശം, അതിൻ്റെ അസ്തമയത്തിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച. അത് കണ്ട് നിങ്ങൾ മനസ്സിൽ നിങ്ങളെ പ്രപഞ്ച സൃഷ്ടാവിനെ താലോലിക്കുന്നത് 1000 സാഷ്ടാംഗ പ്രണാമത്തിനേക്കാൾ അഭികാമ്യമാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഒരു ലോകത്ത് നിരന്തരമായി സ്വപ്നം കാണുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ചികർന്നടിഞ്ഞ് കിടക്കുന്ന ഒരുപാട് പ്രപിതാക്കൾ ഉറങ്ങുന്ന ഒരു മണ്ണിനോട് ചേർന്നാണ് നമ്മൾ ഇരിക്കുന്നത്. അവരുടെ ആശീർവാദങ്ങൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മനോഹരമായ ഒരു കലാലയമാണ് നമ്മുടെ അൽ ഹിന്ദ് പബ്ലിക് സ്കൂൾ. അതാണ് ഈ സ്കൂളിൻ്റെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ വിദ്യാലയ കലാലയ മുറ്റത്ത് വലിയ സ്വപ്നങ്ങളുമായി കടന്നു പോകുന്ന ഖയാലിയായ നമ്മുടെ മക്കളെ ഉയർന്നു പറക്കാൻ ഇനിയും നമുക്ക് അവസരമൊരുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയൊക്കെ ഏറ്റവും ഔന്നിത്യപൂർവമായ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഈ മഹത്തായ സംവിധാനങ്ങളെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് ഉയർത്തി പ്രകാശിപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ മാനേജ്മെൻറ്റിനോടും ഇവിടുത്തെ ടീച്ചേഴ്സിനോടും പാരൻസിനോടും എല്ലാവിധ ഗ്രാറ്റിറ്റ്യൂഡും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ 4-ാം മൈലിലുള്ള CMC ക്ലിനിക്കിൻ്റെ സൗകര്യമുണ്ട് എന്നവർ പറഞ്ഞതിൻ്റെ കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir, for your thoughtful and inspiring message. Every dream needs a direction, and every dream needs direction, and every institution grows with a clear vision.
To share the guiding vision of Al Hind Public School, I invite our respected manager, Sri T.A. Abdul Hakim, to address the gathering. So please. Good evening to all. Respected Chairman of Al Hind Public School, Khalil Saib, and Vice President Dr. V.K. Siddiq, General Secretary Ali Kambai, Principal Ma'am, മറ്റ് വേദിയിലിരിക്കുന്ന ഈ അൽ ഹിന്ദ് മാനേജ്മെൻറ്റ് കമ്മിറ്റി, പേങ്ങാട്ടുശ്ശേരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളെ, വൈസ് പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ്, parents, and my dear students. 21st Annual Day of Al Hind. 21 വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെയും ഒത്തിരി പേരുടെ ത്യാഗത്തിൻ്റെയും അതിലുപരി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കും. ആദ്യമായിട്ട് അതിന് ഭാഗ്യം തന്ന തമ്പുരാനെ തന്നെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാ. രണ്ടായിരത്തി തുടങ്ങി നമ്മൾ ഇന്ന് 2025 നിൽക്കുമ്പോൾ 1504 വിദ്യാർത്ഥികളും ഏകദേശം 116ഓളം ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെ 116ഓളം സ്റ്റാഫുകൾ ഉൾപ്പെടെ നമ്മുടെ അൽ ഹിന്ദ് ഈ 21ാം വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ 1504 വിദ്യാർത്ഥികൾ അത് ചെറിയൊരു നമ്പറല്ല, നമ്മൾക്കറിയാം. അത് കഴിഞ്ഞ കുറേ വർഷത്തെ വളരെ ആത്മാർത്ഥമായ ത്യാഗത്തിൻ്റെയും കൺസിസ്റ്റൻസിയുടെയും ഫലമായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ആ ഒരു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സ്ട്രെയിൻ ഉണ്ട് നമുക്കതിൽ. ഏതൊരു രക്ഷകർത്താവും അവൻ്റെ മക്കളെ ഒരു സ്കൂൾ തിരഞ്ഞെടുത്ത് സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ ആ സ്കൂളിൻ്റെ അക്കാഡമിക് നിലവാരം തന്നെയാണ് ആദ്യം നോക്കുന്നത്. അവിടുത്തെ പെർഫോമൻസ്, അവിടുത്തെ റിസൾട്ട്, ഇതെല്ലാം തന്നെയാണ് ഓരോ രക്ഷകർത്താവും ചിന്തിക്കുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതിന് തെളിവാണ് നമുക്ക് ഇപ്പോഴും നമ്മുടെ ഈ അഡ്മിഷനും നമ്മുടെ വിദ്യാർത്ഥികളും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത അക്കാഡമിക് എക്സലൻസ് ആൻഡ് എ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ നിങ്ങൾ ഓരോരുത്തരും റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവും. വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെയാണ് ആ റിപ്പോർട്ട് നമ്മൾ കണ്ടത്. ചുരുങ്ങിയ 6-7 മാസം കൊണ്ട് തന്നെ നമ്മൾ കണ്ടു, എണ്ണിയാൽ തീരാത്ത അത്ര പ്രോഗ്രാമുകളാണ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ മക്കൾ ചെയ്ത് എല്ലാവരും നമ്മൾ കണ്ടു. ഇതുതന്നെയാണ് ഓരോ സ്കൂളിൻ്റെയും വികസനവും അതിൻ്റെ നിലനിൽപ്പും തന്നെ. വിശദമായിട്ട് റിപ്പോർട്ടിൽ എല്ലാം പറഞ്ഞതാണ്. എന്നിരുന്നാലും തന്നെ അൽ ഹിന്ദ് ഫോക്കസ് ചെയ്യുന്ന അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് തന്നെയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ സബ്ജക്റ്റ് വൈസ് സെമിനാർ കുട്ടികൾക്ക് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് സബ്ജക്റ്റ് വൈസ് സെമിനാർസ്. റെമഡിയൽ ക്ലാസ് അൽ ഹിന്ദിൻ്റെ മാത്രം തന്നെ പ്രത്യേകത എന്ന് പറയാം, റെമഡിയൽ ക്ലാസ്. അതുപോലെ സ്റ്റുഡൻസിൻ്റെ മോട്ടിവേഷൻ, ഒത്തിരി പ്രോഗ്രാംസുകൾ കുട്ടികളെ പങ്കെടുക്കുന്ന നിങ്ങൾ കണ്ടിരുന്നു. സ്പെൽ ബി മുതൽ ഒത്തിരി ഇൻ്റർനാഷണൽ പ്രോഗ്രാം കോമ്പറ്റീഷൻസ് എല്ലാം, ടാലൻ്റ് എക്സാം എല്ലാം നമ്മുടെ മക്കളെ അതിനുവേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. ഒത്തിരി കുട്ടികൾ അതിൽ സ്പെൽ ബി പോലുള്ള ഫസ്റ്റ് റാങ്ക് വരെ കരസ്ഥമാക്കി നമ്മുടെ മക്കൾ. അതുപോലെ 10th സ്റ്റുഡൻസിന് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം വേറൊരു സ്കൂളും കാണുന്നില്ല. മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഫോർ 10th സ്റ്റുഡൻസിന് എസ്പെഷ്യലി. അതുപോലെ അൽ ഹിന്ദ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒത്തിരി അക്കാഡമി കൊടുക്കുന്ന എത്രയാണോ പ്രാധാന്യം, അത് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകും നമ്മുടെ സ്കൂള്.
അതിൽ തന്നെ ഒത്തിരി അതിന് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇംഗ്ലീഷ് ആർമിയുണ്ട്, പ്രൊഫഷൻസി ബാഡ്ജസ് കൊടുത്ത് കുട്ടികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ അൽഹിന്ദ് റേഡിയോ, നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന അൽഹിന്ദ് റേഡിയോ ഈ വർഷം തുടങ്ങിയ പ്രൊമോ വീഡിയോസ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. വളരെ അഭിപ്രായങ്ങൾ ഒത്തിരി കിട്ടിയ പ്രൊമോ വീഡിയോസ്. അതുപോലെ ഇംഗ്ലീഷ് ഓഡിയോ ഫോർ ലിസണിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ. കൂടാതെ ഈ വർഷം തുടങ്ങിയ ലൈബ്രറി പീരീഡ് റീഡിങ്ങിന് വേണ്ടി ബ്ലൂം അവർ, അതെല്ലാം നമ്മുടെ മക്കളുടെ റീഡിങ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വർഷം തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം പാരൻസായിട്ട് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ തന്നെ നമ്മുടെ അൽഹിന്ദ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റിസൾട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10th റിസൾട്ട് ആകെ 28 സ്റ്റുഡൻസ് ഉണ്ടായുള്ളൂ. അതിൽ 7 പേർക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കും 21 പേർക്ക് തന്നെ ഫസ്റ്റ് ക്ലാസ് മാർക്കും. അതിൽ താഴെ തന്നെ മാർക്ക് ആർക്കുമില്ല. അതിൽ ഫുൾ A1 ഉള്ള സ്റ്റുഡൻസും ഉണ്ട്. അത്രയും വെൽ ആണ് നമ്മുടെ റിസൾട്ട്. നമ്മുടെ ഗസ്റ്റ് വരുന്നുണ്ട്, ഒരു മിനിറ്റ് നമുക്കതിനു വേണ്ടി ഒന്ന്. ഗസ്റ്റിന്റെ പ്രൈസ് മാത്രമേ കൊടുക്കും. ആ ഏതാണ്? ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല. ഏതായാലും നമ്മുടെ റിപ്പോർട്ട്സ് എല്ലാം കണ്ടു, അക്കാഡമിക്സ് റിപ്പോർട്ട്സ് കണ്ടു. ഇനി എന്താണ് വിഷൻ? നമുക്ക് ഒറ്റ വിഷനുള്ളൂ, അക്കാഡമിക് എക്സലൻസ് വിത്ത് സ്ട്രോങ് വാല്യൂസ്. അതാണ് നമ്മുടെ വിഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായിട്ട് നമ്മുടെ ക്യാമ്പസിൽ വന്ന് പഠിക്കുവാനും ആൻഡ് അവർ റെസ്പെക്റ്റഡ്, അവർക്ക് തോന്നണം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓരോ വിദ്യാർത്ഥിക്കും തോന്നണം. അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യണം ടു അച്ചീവ് ദ ഹൈ ഗോൾസ്, അച്ചീവ് ദ ബെസ്റ്റ്. നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം അതാണ്. ഏതായാലും ഈ അക്കാഡമിക് എക്സലൻസിന് നമ്മുടെ ഇത് നിലനിർത്താൻ, എക്സലൻസ് നിലനിർത്താൻ വേണ്ടി ഒരു ബെസ്റ്റ് ടീം തന്നെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പ്രിൻസിപ്പൽ ഉൾപ്പെടുന്ന ഒരു ബെസ്റ്റ് ടീം തന്നെ ഇവിടെയുണ്ട്. അതിനൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന വൈസ് പ്രിൻസിപ്പൽമാരുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവിടുത്തെ സീനിയർ വൈസ് പ്രിൻസിപ്പൽ റസീന മാം, 2017 മുതൽ നമുക്കിവിടെ വൈസ് പ്രിൻസിപ്പളാണ്. അതുപോലെ തന്നെ ജൂനിയർ വൈസ് പ്രിൻസിപ്പളായ സജ്മിൻ മാമും. ഇവർ രണ്ടുപേരും ഈ സ്കൂളിൻ്റെ ഈ 2 ബിൽഡിംഗ് തന്നെ എന്ന് പറയാം, അത്ര സ്ട്രോങ് പില്ലേഴ്സായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അഹോരാത്രം ആത്മാർത്ഥമായിട്ട് സ്കൂളിന് വേണ്ടി വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ നമ്മുടെ മക്കളിലൂടെ നമ്മൾക്ക് ആസ്വദിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ HODsമാർ, സുജില മാം, ഗംഗ മാം ഉൾപ്പെടുന്നവർ HODs, അവരെ താഴെ തന്നെ സെക്ഷൻ ഹെഡ്. മറ്റേ സ്കൂളിലൊന്നും കാണില്ല ഇങ്ങനെ ഒരു കാറ്റഗറി. ടീച്ചേഴ്സ്, അവരെ മുകളിൽ സെക്ഷൻ ഹെഡ്, അവരെ മുകളിൽ HODs, അവരെ മുകളിൽ കോർഡിനേറ്റേഴ്സ്, അങ്ങനെ ഒരു ടീം തന്നെ നമ്മുടെ മക്കളെ അവർ അക്കാഡമിക് നോൺ അക്കാഡമിക് എല്ലാം നോക്കുന്ന ഒരു ടീം തന്നെ നമ്മളിവിടെ സജ്ജമാണ്. ആ ഒരു കാറ്റഗറി തന്നെ ടീച്ചേഴ്സ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ ആനുവൽ ഡേയുടെ പ്രാക്ടീസിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മുടെ മക്കളിൽ നിന്ന് ഈ സ്റ്റേജിൽ നിന്ന് കയറ്റുന്നത്. നിങ്ങൾക്ക് ആ പ്രോഗ്രാം കാണുമ്പോൾ അറിയാം നമ്മുടെ മക്കളുടെ പെർഫോമൻസ്, എക്സലൻസ് ആയിട്ട് അവർ നല്ല പെർഫോം ചെയ്യുന്ന ആ മക്കൾ. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ടീം, ഓഫീസ് സ്റ്റാഫുകൾ, അഫ്സത്ത് മാം ഉൾപ്പെടുന്ന സൂപ്രണ്ട് ഉൾപ്പെടെ ആൻഡ്
JP സാർ ഉൾപ്പെടുന്ന ടീം, ഇവരെല്ലാം ആൻറ്റിമാർ, പ്രത്യേകം എടുത്തു പറയുന്ന ടീമാണ് ആൻറ്റിമാർ. നമുക്കെല്ലാവരും കാണാൻ കഴിയില്ല, പക്ഷേ അവരെല്ലാവരും ഇപ്പോൾ നല്ല പണിയിലാണ്. നമ്മുടെ മക്കൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു, അവർക്കെല്ലാം വെള്ളം കൊടുക്കുന്നു, ഇതെല്ലാം നല്ല തിരക്കിൽ പണിയിലാണ്. അവരെയൊന്നും കാണാതിരുന്നു കൂടാ, അവരെ ഓർക്കണം. അവരെല്ലാം അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവേഴ്സ്, ഈ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഒരുക്കി തന്ന സ്റ്റേജ് കസേരകൾ ഇട്ടുന്ന രാപകലില്ലാതെ പണിയുന്ന നമ്മൾ ഡ്രൈവേഴ്സ്, ഇതെല്ലാം ഒത്തുകൂടുന്ന അൽ ഹിന്ദിയൻസ് എന്നൊരു ഫാമിലി, അവരൊറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് ഈ സ്ഥാപനം ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ടതാണ് CCA ടീച്ചേഴ്സ്. നമുക്ക് ഈ വർഷം തന്നെ പുതിയ CCA ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമുക്ക് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ തുടങ്ങി കുട്ടികളുടെ കോൺഫിഡൻസ്, സെൽഫ് സ്പീച്ചിങ്, ഇതെല്ലാം തുടങ്ങിയ CCAയുടെ ഒത്തിരി ഐറ്റങ്ങൾ തന്നെ ഈ വർഷം നമ്മൾ പുതിയത് തുടങ്ങിയിട്ടുണ്ട്. അവരെയും നമ്മൾ ഈ വർഷം ഇപ്പോൾ അവരെയും ഓർക്കുന്നു, അവരെ ആത്മാർത്ഥമായ സേവനം. കം ബാക്ക് ടു ആനുവൽ ഡേ. ഈ ആനുവൽ ഡേക്ക് വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്. ഷെഫീഖിൻ്റെ കൂടെ ഷമീർ, മാഹീൻ, അദീബു, അവരുടെ ടീം. നമുക്ക് ഈ അവസാന സമയമില്ലാതിട്ട് പോലും നമുക്ക് സഹായിക്കാമെന്ന് നമ്മുടെ ഫിറോസ്, അവരുടെ സഹായം. കൂടാതെ നമ്മുടെ സ്കൂളിലെ പ്രത്യേകം എടുത്ത് പറയുന്ന ഡാൻസ് ടീച്ചർ ദർശന, അഞ്ചോളം ഡാൻസ് തന്നെ ദർശന മാമിൻ്റെ ഒറ്റക്ക് അവർ ടീമാണ്. അവർ ഈ കുട്ടികളെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുന്നത്. ഒത്തിരി ദൂരെ നിന്നാണ് അവർ ഇതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് നമ്മൾ വരുന്നത്. അവരെല്ലാം പ്രത്യേകം ഇപ്പോൾ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട്. പാരൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ട്നേഴ്സാണെന്ന് പറയുന്നത്. പാരൻസും മാനേജ്മെൻറ്റും ടീച്ചേഴ്സും എല്ലാം കൂടി ഒരു നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊരു നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം നേരത്തെ ഞങ്ങളുടെ പ്രാസംഗികരെല്ലാം സൂചിപ്പിച്ചു. നിങ്ങളുടെ ഓരോ പ്രോഗ്രാമിലും നിങ്ങളുടെ പങ്കെടുത്ത് ആ സ്കൂളിൻ്റെ എല്ലാ പദ്ധതിയിലും വിളിച്ച എല്ലാ പദ്ധതിയിലും നിങ്ങളുടെ ആത്മാർത്ഥമായ ആ സാന്നിധ്യം കൊണ്ടും നിങ്ങളുടെ ആ പ്രകടനം കൊണ്ടും എല്ലാം വളരെ ഇനിയും അങ്ങനെയുള്ള ഒത്തിരി ഇനിയും വരും കാലങ്ങളിൽ നിങ്ങളുടെ എല്ലാ സഹകരണവും വളരെയേറെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ മക്കൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വിശ്രമമില്ലാതെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യുന്ന മക്കൾ എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു ഈ സമയത്ത്. അതുപോലെ തന്നെ ഇവിടെ ഇതിന് എല്ലാം ഒത്തുകൂടിയ നമ്മൾക്കറിയാം. എന്നാലും ഈ മാനേജ്മെൻറ്റ്, ഇതിൻ്റെ ബിഹൈൻഡിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ്, സ്കൂൾ തുടങ്ങിയത് 21ാം ആനുവൽ ഡേ ആണ്. ഏകദേശം 17, 20, 21 വർഷം ആയിട്ട് തന്നെ മാനേജ്മെൻറ്റ് മെമ്പേഴ്സുള്ള ഒരു സ്ഥിരം മാനേജ്മെൻറ്റ് ആണ്. എന്നുവെച്ചാൽ ഒരു മാറ്റങ്ങളില്ലാതെ 20 വർഷമായ നമ്മുടെ അഡ്വക്കേറ്റ് സാർ ഉൾപ്പെടെ, അതിനു മുമ്പ് 21 വർഷമായി നിന്ന ഉമ്മർ ഉൾപ്പെടെ, അങ്ങനെ എല്ലാവരും ഒരു 17-20 വർഷമായ മാനേജ്മെൻറ്റാണ് സ്ഥിരമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും എല്ലാം. അപ്പോൾ അവരുടെ എല്ലാം സഹകരണവും അതിലുപരി നമുക്കെല്ലാം അറിയാവുന്ന പടച്ച തമ്പുരാൻ്റെ സഹായം കൊണ്ട് നമ്മൾ ഇന്ന് അൽഹംദുലില്ലാ ഈ കാണുന്ന നിലയിൽ പേങ്ങാട്ടുശ്ശേരിക്ക് അഭിമാനിക്കാവുന്ന ഒരു രീതിയിൽ അതിന് തുടക്കം കുറിച്ച സാറും ഉൾപ്പെടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ മരിച്ചുപോയ കാരണവന്മാരുടെ എല്ലാ സഹായം കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാവരെയും പ്രത്യേകം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for articulating a vision that continues to guide us towards excellence. Now, ladies and gentlemen, the moment you have all been waiting for has finally arrived. The man who has made us laugh, amazed us with his performances, and captured our hearts in Malayalam cinema is here today. From comedy to memorable character roles, he has done it all. Put your hands together as we welcome the versatile and talented actor Tini Tom. The celebration becomes even more special when guided by inspiration personalities. So please. വേദിയിലിരിക്കുന്ന അത്യുന്നതരായ ബഹുമാന്യരെ, വേദിയുടെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, ആദ്യം ഒരു ക്ഷമാപണത്തോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ്. ഞാൻ വരാൻ അല്പം വൈകി. അതിൻ്റെ കുറ്റം പക്ഷേ ഇവിടുത്തെ പ്രിൻസിപ്പളിനാണ് കൊടുക്കേണ്ടത്. കാരണം പടമുകൾ ജമാഅത്ത് സ്കൂളിൽ ഈ പ്രിൻസിപ്പൾ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു ഇതിനു മുൻപ്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ആനുവൽ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൾ അങ്ങോട്ടും വിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ ഇങ്ങോട്ടും വന്ന് ഇവർ തമ്മിലുള്ളൊരു മാറ്റക്കച്ചവടമായിരുന്നു തന്നെ. ശരിക്കും ഒരു ഷട്ടിൽ കളിയായിരുന്നു.
അതിൻ്റെ ഇടയിലൊരു കട്ടടിച്ച് പോയി, അവിടെ ഒരു ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതൊരു ഹയാത്ത് ഹോട്ടലിലൊരു വലിയ കല്യാണം നടക്കുന്നതിൻ്റെ പ്രതീതിയാണ്. അത്രയ്ക്കും മനോഹരവും ഗംഭീരം. ഞാൻ മുഴുവൻ നോക്കുകയായിരുന്നു. ഞങ്ങൾ സാധാരണ ഫിലിം അവാർഡ്സിനൊക്കെയാണ് ഈ ഡ്രസ്സും ഇത്രയും സൗണ്ട് സിസ്റ്റവും ഫീഡ്ബാക്കും ഇവിടെ സ്ക്രീനും. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയൊരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഉണ്ടാവുള്ളൂ. പക്ഷേ എത്രയോ കാലഘട്ടത്തിൻ്റെ കഷ്ടപ്പാടായിരിക്കും ഇത്രയും മനോഹരമായൊരു വേദിയും അതോടൊപ്പം തന്നെ പടച്ചോൻ നല്ലൊരു അന്തരീക്ഷവും ഒരുക്കി തന്നതിന് പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും ഞാൻ അവർക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഒരുപാട് ഹാർഡ് വർക്കും ഹോം വർക്കും, ഇനിയിപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ കയറുന്നുണ്ടാവും, അതും ഒരുപാട് പ്രയത്നത്തിലായിരിക്കും. എനിക്ക് ഇവിടെ നടന്നു വരുമ്പോൾ എന്നെ ബാൻഡ് മേളത്തോടുകൂടെ ഇങ്ങോട്ട് ആനയിച്ചത്, എനിക്ക് സന്തോഷം തോന്നിയത് മാതാപിതാക്കളുടെ ഒരു സാന്നിധ്യമാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ മകൻ അവൻ്റെ സ്കൂളിലേക്ക് വിളിക്കുമ്പോൾ പല പെർഫോമൻസും ചെയ്യുമ്പോൾ എൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മാതാപിതാക്കൾക്ക് 1000 അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് 1 ലക്ഷം രൂപയുടെ സമ്മാനം, ഒരു BMW കാറും അല്ല. അവർ അന്വേഷിക്കുന്നത് ആ 4 തിളക്കമുള്ള കണ്ണുകളായിരിക്കും. എൻ്റെ വാപ്പയുടെയും എൻ്റെ ഉമ്മയുടെയും അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ സാന്നിധ്യം. കാരണം ഈ ഒരു ദിവസവും ഈ ഒരു രാത്രിയും നമുക്കിത് തിരിച്ചു കിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ടൈമാണത്. അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം കൊടുക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയത്, ഞാൻ ഇങ്ങനെ സ്കൂളുകളിൽ ആനുവൽ ഡേ നടത്തുമ്പോൾ ഉദ്ഘാടകനായിട്ട് ചെന്നത് ഞാൻ തിരിച്ചു പിടിക്കുകയാണ്. കാരണം നിങ്ങളെപ്പോലെ മുടിയുള്ള, നിങ്ങളെപ്പോലെ പുരികമുള്ള, നിങ്ങളെപ്പോലെ നഖമുള്ള നിങ്ങളുടെ ചെറുതുകൾ ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നിറയില്ലേ? നമ്മുടെ കൊച്ചുമക്കൾ. ഇന്ന് ഒരു കുടുംബത്തിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ആ ഫ്രണ്ടിലിരിക്കുന്ന എത്ര മക്കളാണ്? ഫസ്റ്റ് ഇരിക്കുന്നത് താങ്കൾ തന്നെയാണ്. ആ 1 2 തൊട്ടപ്പുറത്തിരിക്കണത് അത് ഭാര്യയാണത്. എന്നാൽ അതിൻ്റെ അപ്പുറത്തെ ആൾക്ക് എത്ര മക്കളുണ്ട്? എത്ര? 2 1 2. നിനക്കെത്ര മക്കള്? 1 7 പേരക്കുട്ടികളാ. 7 പേരക്കുട്ടികളാ. ഇത്ര പ്രായമുണ്ട് എനിക്ക്. ഇത് പ്രൊഡ്യൂസറാണ് നീ ഒരു സിനിമയുടെ. 7 പേരൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, വെറുതെ പറയുന്നതാണ്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുത്തൊക്കെ ചോദിച്ചിരുന്നാൽ അന്ന് എത്ര മക്കളുണ്ടെന്ന് വെച്ചാൽ ഇത്രയൊക്കെ കാണിക്കുമായിരുന്നു. ഇപ്പോൾ 1 2 3 4 ഇത്രയേ ഉള്ളൂ. ഒരു കയ്യിൽ ഒതുങ്ങുന്നവരാ. എനിക്ക് 4 കുട്ടികളുണ്ടെന്നാണ് പലരുടെയും വിചാരം. ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. 4 കുട്ടികൾ, ക്വാഡ്രാപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചു, മോന് 4 കുട്ടികളാണല്ലേ? ഞാൻ പറഞ്ഞു, പ്രിൻസിപ്പളെ അത് അഭിനയമാണ്. അഭിനയം അങ്ങനെയാണെങ്കിൽ ഒറിജിനലായിട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു. എനിക്ക് ആകെ ഒന്നുള്ളൂ. ഈ 1നും 2നും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവരോടൊപ്പം അവരുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഇത്തവണ പല മാതാപിതാക്കൾക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരോട് പറയുക, അടുത്ത വർഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് സാന്നിധ്യം കൊടുക്കണമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കാശ് കൊടുത്താൽ കിട്ടാത്തൊരു കാര്യമാണ് ഇതൊക്കെ. കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരു കാര്യം എന്താണെന്ന് പറയാൻ പറ്റുമോ? പറ. ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. കാശ് കൊടുത്താൽ കിട്ടാത്ത എന്താ? കൊച്ചാ? നീ കൊള്ളാലത്. കാശ് കൊടുത്താൽ കിട്ടൂലേ? നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, അതറിഞ്ഞൂടെ? കാശ് കൊടുത്താൽ കിട്ടാത്ത എന്താണ് പറയാവോന്ന്? പറ. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നല്ല, ഞാൻ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യണേ. എന്താണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞൊരു ഹോം നേഴ്സിനെ നിർത്തി 10,000 രൂപ കൊടുത്താൽ മതി, വായിൽ ഭക്ഷണം വെച്ച് വരും. സമാധാനമോ? ആരാ പറഞ്ഞത്? സമാധാനം കിട്ടുന്ന ഒറ്റക്ക് പോയി ജീവിച്ചു നോക്ക്, എന്തൊരു സമാധാനം ഇരിക്കുന്നു. ഭാര്യയും കുട്ടികളൊക്കെ ഇല്ലാണ്ട് എന്തൊരു സമാധാനം ഇരിക്കും. വിദ്യാഭ്യാസമാണ്. ഞാൻ ആദ്യമായിട്ട് അവസരം ചോദിച്ചു ചെല്ലുന്നത് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന മമ്മൂക്കടുത്താണ്. മമ്മൂക്കടുത്ത് ചെന്നപ്പോൾ
എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എൻ്റെ പഠനം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ ആദ്യം പോയി നിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, എന്നിട്ട് വന്നാൽ മതി. ചെല്ലേ, ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അതൊരു വലിയൊരു നോളജായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നത്, സ്കൂളിലൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു ഗസ്റ്റ് വന്നു, എന്നെപ്പോലെ ഒരു ഗസ്റ്റ് വന്നിട്ട് പറഞ്ഞു, നീ പഠിക്കൊന്നും വേണ്ട, 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഞാൻ സൂപ്പർ സ്റ്റാർ ആയില്ലേ എന്ന് ചിന്തിച്ചപ്പോൾ ശരിയാണ്. കമൽഹാസന് 3ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ, സച്ചിൻ തെണ്ടുൽക്കർ 8ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ടാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഉള്ളത് 100-ൽ 1-ഓ 2-ഓ ഉള്ളൂ. ബാക്കി 99 പേരും വിദ്യാഭ്യാസമില്ലാതെ റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം മമ്മൂക്ക പറഞ്ഞ ഈ വാക്ക് കേട്ടിട്ട് എൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുന്നത്. അതിനൊരു ഗുണമുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളിപ്പോൾ ടെലിവിഷൻ ചാനലിലൊക്കെ ഞാൻ സംസാരിക്കുന്നത് കാണുന്നുണ്ടാവും. ഞാനും മിഥുനും അതല്ലെങ്കിൽ ഇപ്പോൾ പ്രചോദും ഒക്കെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി പാസ്സായതിനു ശേഷമാണ് അവിടെ എത്തുന്നത്. നമ്മുടെ പ്രൊഫൈൽ നോക്കും. കാരണം ഞങ്ങൾ സംസാരിക്കുന്നത് 3.5 കോടി മലയാളികളോടാണ്. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവൻ സംസാരിക്കുന്നതും വിദ്യാഭ്യാസമില്ലാത്തവൻ സംസാരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ക്വാളിറ്റി ഓഫ് അപ്രോച്ച് ഒരാളോട് സമീപിക്കുമ്പോഴും സംസാരത്തിലും ശൈലിയിലും അഭിനയത്തിലും പ്രസൻറ്റേഷനിലൊക്കെ മാറും. ഞാൻ സിനിമയിലേക്ക് അട്രാക്റ്റ് ആയത് അമിതാഭ് ബച്ചൻ്റെ ബയോപിക് വായിച്ചിട്ടാണ്. നമ്മുടെ കുട്ടികൾ, ഈ 1-ഓ 2-ഓ ഉള്ള കുട്ടികളെ കൊഞ്ചിച്ച് അവരൊരു പരാജയം വരുമ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മകനൊക്കെ പെട്ടെന്ന് കണ്ണു നിറയും. കാരണം അവർ അനുഭവങ്ങളില്ല. അമിതാഭ് ബച്ചൻ്റെ ശബ്ദം കൊള്ളൂല എന്നും പറഞ്ഞ് 2-3 തവണ ആകാശവാണിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം പിന്നീട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു വിട്ട കൂട്ടത്തിൽ പോയി വേറെ പണി ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു അമിതാഭ് ബച്ചൻ ഇല്ല. കോൻ ബനേഗ കരോർപതി അവതരിപ്പിച്ചത് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊള്ളൂല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവതരിപ്പിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു സിംഹഗർജനമാണെന്ന്. ക്യാ ആപ് ജാനത്തെ ഹൈ 1 करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं? 10 साल, 20 साल, 30 साल जी नहीं, कम से कम 50 साल लग सकते हैं. लेकिन यहाँ इधर 50 मिनटों में आप 1 करोड़पति बन सकते हैं. तो चलिए आप और हम खेलते हैं, कौन बनेगा करोड़पति. കേരളത്തിൽ ഏകദേശം 13,500 സ്കൂളുകളുണ്ട്. കേരളത്തിൻ്റെ ഒരറ്റം മുതലെടുത്താൽ തിരുവനന്തപുരം, പേട്ട, മുരിക്കുമ്പുഴ, ചിറയൻകീഴ്, കടക്കാവൂർ, വർക്കല, പരവൂര്, കൊല്ലം, മണ്ടോതുരുത്ത്, ശാസ്താംകോട്ട, കരുനാപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, എടപ്പള്ളി, ആലുവ, ചൊവ്വ, അങ്കമാലി, കറൂറ്റി, കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, മുള്ളുകര, പുതുകാട്, ഒല്ലൂർ, തൃശ്ശൂർ, പാലക്കാട്, പൊൻകുന്നം, ഷൊർണൂർ, ഒറ്റപ്പാലം, ലക്കടി, മങ്കര, പറളി, ഒലവക്കോട് തൊട്ട് കാസർഗോഡ് വരെ. ഇത്രയും ശ്വാസം വിടാണ്ട് പറഞ്ഞിട്ടും ഒരാൾക്കും ഒന്ന്. അമേരിക്കയിലൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞത് എന്താണെന്നറിയോ? യോഗയാണ്. 2 കൈ അടിച്ചാൽ, ചേർത്തടിച്ചാൽ രക്ത ഓട്ടം ഉണ്ടാവും. മുഖത്ത് രക്തം വരുമ്പോൾ ഗ്ലാമർ കൂടും. ഗ്ലാമർ വേണ്ടേ? 10 പൈസ ചിലവില്ല. ഈ കൈയടി ആയിരിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പെർഫോം ചെയ്യാൻ കയറുമ്പോൾ കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ലക്ഷങ്ങളല്ല വേണ്ടത്, നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സപ്പോർട്ടുമാണ്. അത് എൻ്റെ മകന്, എൻ്റെ മകൾക്കും അല്ല കൊടുക്കേണ്ടത്. എല്ലാവരും നമ്മുടെ മക്കളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നല്ല, ഈ 13,500 ജില്ലാ സ്കൂളുകളിലും കൊടുക്കുന്നത് എന്താണെന്നറിയോ? കാശ് കൊടുത്താൽ കിട്ടാത്തൊരു കാര്യമാണ്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്തുവും ബുദ്ധനും നബിയുമാണ്. അവർ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റിൽ അഭിനയിച്ചാണ് സിനിമയിലേക്ക് വന്നത്, മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട്. അതിൽ ഫ്രാൻസിസ് അസീസി പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രാഞ്ചിയേട്ടനായ മമ്മൂക്കയുടെ ക്യാരക്ടർ ആവശ്യപ്പെടുകയാണ്, എനിക്ക് പ്രശസ്തി വേണം, പണം വേണം, പത്മശ്രീ വേണം. അപ്പോൾ ഫ്രാൻസിസ് അസീസി പറയുന്നത് ഇങ്ങനെയാണ്: സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയുന്നവരല്ല, ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യവാൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഖുറാനിലോ ഭഗവത്ഗീതയിലോ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്കില്ല. അപ്പോൾ അതിൻ്റെ സംവിധായകനായ രഞ്ജിത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല, സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയണ്ടാന്ന്. കോടികൾ മുടക്കിയിട്ട് നമ്മൾ പള്ളികളും അമ്പലങ്ങളും പണിയുന്നുണ്ട്. പള്ളിയും അമ്പലം വേണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ആലയം നമുക്ക് ആവശ്യമാണ്. പക്ഷെ കോടികൾ മുടക്കിയിട്ട് പണിയണ്ട, സ്വർണ്ണഗോപുരം പണിയണ്ട. ദൈവം നമുക്ക് വീട് വെച്ച് തരുന്ന ആളാ, നമുക്ക് തിരിച്ചു വീട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പുള്ളി കഷ്ടപ്പെട്ട് നടക്കുകയില്ല. പിന്നെന്താ വേണത്? ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരാണ് പുണ്യവാന്മാർ. അതാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്.
ക്രിസ്തുവും ബുദ്ധനും നബിയൊക്കെ ചെയ്തത് അത് തന്നെയാണ്. നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യുന്നതാണ് പുണ്യപ്രവൃത്തി. പള്ളികളെക്കാൾ പള്ളിക്കൂടങ്ങൾ നാട്ടിൽ വേണം, എങ്കിലേ ആ പുണ്യപ്രവൃത്തി നടക്കുകയുള്ളൂ. ഇതാണ് പള്ളി, ഇതാണ് അമ്പലം. ആ ഒരു സ്ഥലത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈയടിക്കേണ്ടത് നമ്മുടെ ടീച്ചേഴ്സിനാണ്. മാതാപിതാ ഗുരു, ദൈവം, ഗുരുവാണ് ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്തി വളർത്തുന്നത് അവരാണ്. എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് എൻ്റെ ടീച്ചേഴ്സാണ്. ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും ടീച്ചേഴ്സാണ് അവരെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ടീച്ചേഴ്സിനെ നിങ്ങൾ കൈയടിക്കുക. അവരാണ് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്. അവർക്ക് ആത്മാർത്ഥത മാത്രമല്ല, ആത്മീയതയും കൂടി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ആ സമന്വയത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വരുന്നത്. അതോടൊപ്പം ഇൻഫോർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്, അതാണ് നമ്മുടെ ജീവിതം. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഇത്രയും കാശ് മുടക്കിയിട്ട് ഇവിടെ ഈ സ്റ്റേജ് പണിതിരിക്കുന്നത്. കാരണം എൻ്റർടൈൻമെൻറ്റ്, കലാകാരനോ കലാകാരി ഒരിക്കലും ക്രിമിനലായി തീരില്ല. അപ്പോൾ പറയും, അടുത്തൊരു കലാകാരൻ ക്രിമിനലായിരുന്നു, പക്ഷെ കോടതി വെറുതെ വിട്ടയച്ചു. ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയുന്നതോ പൊളിറ്റിക്സ് പറയുന്നതല്ല. ഒരു കലാകാരന് ക്രിമിനലാവാൻ സാധിക്കില്ല. അവരുടെ ക്വാളിറ്റി ടൈം, അവരുടെ ഒരു റിലാക്സിങ് ടൈമിൽ ഈ ഡാൻസോ പാട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. ബൈബിളിൽ താലന്തെന്നാണ് അതിന് എഴുതിയിരിക്കുന്നത്. പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ പടം വരയ്ക്കാനോ അല്ലെങ്കിൽ കവിത എഴുതാനോ നമ്മൾ ശ്രദ്ധിക്കാൻ ചെയ്യേണ്ട. അവർ സൂപ്പർ സ്റ്റാർസൊന്നും ആവാനല്ല. ആ ഒരു താലന്ത്, ആ ടാലൻറ്റ് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിലേക്ക് തിരിച്ചാൽ ഈ കെട്ട ലോകത്ത് അവർ വഴിതെറ്റിപ്പോവില്ല. ഈ കെട്ട ലോകം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും കെട്ട ലോകമാണ്. ഓരോ മണിക്കൂറിലും ഓരോ പെൺകുട്ടികൾ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. മയക്കുമരുന്നിന് അടിമയാകുന്നു. നിങ്ങൾ ടൂർ പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിൽ നിന്നും സ്പെഷ്യൽ സാങ്ഷൻ എടുത്താൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാൻ പറ്റും. 16, 17, 18 വയസ്സുള്ള പിള്ളേർ ഡ്രഗ് അടിച്ചു കഴിഞ്ഞിട്ട് ഈ IC അടിച്ചു പോകും. സ്വന്തം വാപ്പയോ ഉമ്മയോ അച്ഛനെയോ അമ്മയോ തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ട ലോകത്ത് അവരെ കലയിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ ഈ ഇൻഫോർമേഷൻ, അതായത് പഠനവും എൻ്റർടൈൻമെൻറ്റും ഒരുമിച്ച് നടക്കും. അവർ ഹാപ്പി ആയിരിക്കും. ഞാനൊക്കെ അങ്ങനെ വഴി തെറ്റാതെ നേർവഴിക്ക് വന്നത് ഈ കലയിലൂടെയാണ്. ഞാനും ഇതിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളവനാണ്. ഈ മയക്കുമരുന്നും ഇതൊക്കെ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. അതിലൊക്കെ കവർച്ച വെച്ചിട്ട് കടന്നു വന്നിട്ടുള്ളവനാണ്. അതിൻ്റെ ഉപയോഗിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അനുഭവിച്ചിട്ടുള്ളവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ കുഞ്ഞുങ്ങളെ കലാകാരന്മാരോ കലാകാരിമാരോ ആക്കിയാൽ തീർച്ചയായിട്ടും അവർ വഴിതെറ്റിപ്പോവില്ല. അതിനോടൊപ്പം വിദ്യാഭ്യാസവും. ഞാനിപ്പോൾ അമിതാഭ് ബച്ചൻ്റെ ശബ്ദം അനുകരിച്ചു. കോടീശ്വരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതായത് കോൻ ബനേഗ കറോർപതിയുടെ മലയാളം വേഷനായിരുന്നു കോടീശ്വരൻ. അത് അവതരിപ്പിച്ചിരുന്ന ആരാ അറിയോ? കോടീശ്വരൻ. ഇത്രയും അകലത്തിരിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. സുരേഷ് ഗോപി. പുള്ളി എങ്ങനെ അവതരിപ്പിച്ചിരുന്നത്? വെൽക്കം ടു ദ ഷോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. യെസ്, 50,000 rupees. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള സിനിമയിൽ ഷിറ്റ് എന്ന വാക്കിന് പ്രചുല പ്രചാരം നൽകിയ അതുല്യ പ്രതിഭാവിലാസക്കാരനായ നടൻ ആരാണ്? Who introduced the word shit to the Malayalam film industry? Options: A. Varun Gobi, B. Chilli Gobi, C. Subhash Gobi, and D. Suresh Gobi. പ്രിൻസിപ്പിൾ പറ. ഒരുപാട് പേരെ ചോദ്യം ചെയ്തതല്ലേ, പറ. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, പറ. ഇത്രക്ക് നാണോ? ആരാ? സുരേഷ് ഗോപി. റൈറ്റ് ആൻസർ. പ്രിൻസിപ്പിളിന് കിട്ടുന്നു 5000 രൂപ. ദേ പോയി താ വന്നു. ഇതിനിടയിൽ ഇപ്പോൾ തമാശയായിട്ട് അവതരിപ്പിച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആക്സെൻ്റ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഞാൻ കണ്ടിട്ടതിൽ ബെസ്റ്റ് ആക്സെൻ്റാണ്. അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് സ്കൂളിലാണ്, കൊല്ലത്ത് സെൻറ്റ് മേരീസ് സ്കൂൾ. അപ്പോൾ ഒരു കലാകാരനെ കലാകാരനാക്കി പൂർത്തിയാക്കുന്ന അവൻ്റെ വിദ്യാഭ്യാസം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് വേറെ രീതിയിലാണ്. മാതാവിന് സ്വർണ്ണക്കിരീടം വെച്ച് കൊടുത്തിട്ട് അത് ചെമ്പാണെന്ന് പറഞ്ഞ് ചുരണ്ടാൻ വന്നവർ ഇപ്പം എവിടെ? അദ്ദേഹത്തിൻ്റെ ശൈലി മാറി. പക്ഷെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടാണ്. ഏതൊരു മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസം കൊണ്ടേ തീരൂ. എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിട്ടുള്ള 1-2 പേരിൽ ഒരാളാണ് സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗമുണ്ട്, വാങ്ഡെ സ്റ്റേഡിയത്തിലായിരുന്നു. അതിൽ ഒരു വേർഡാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതിങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഫെയർവെൽ സ്പീച്ച് ഒന്ന് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം എൻ്റെ കണ്ണ് നിറയാറുണ്ട്. അതിങ്ങനെയായിരുന്നു. ആ ശബ്ദത്തിൽ തന്നെ ഞാൻ അവതരിപ്പിക്കാം. മൈ ലൈഫ്
between 22 yards and 24 years. It's hard to believe that the wonderful journey has come to an end. But I take this opportunity to thank the people who played an important role in my life. My father, he told me, chase your dreams, but make sure you don't find shortcuts. ആ വാക്കാണ്, chase your dreams, but make sure you don't find shortcuts. ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ CH ഹമീദ് എന്ന് പറഞ്ഞ കഥാപാത്രം, പൃഥ്വിരാജിൻ്റെ മറ്റൊരു കഥാപാത്രം. ഞങ്ങൾ പല രീതിയിൽ, അതായത് ഷോർട്ട് കട്ടിലൂടെ പല രീതിയിൽ കള്ളപ്പണം അടിക്കുന്നു, മറ്റത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവസാനം ടാറ് പണിക്ക് പോവുക. നമ്മുടെ സ്വെറ്റുള്ള പണം മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് പല കാര്യങ്ങൾ പലരും സൂചിപ്പിക്കും, കോപ്പി അടിക്കുക അല്ലെങ്കിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ്. അധ്വാനിച്ച് വേർപ്പിൻ്റെ ഗന്ധമുള്ള ഒരു കസേര നിങ്ങൾക്ക് കിട്ടും, അതൊരിക്കലും നഷ്ടപ്പെടില്ല. അതാണ് ഈ പ്രിൻസിപ്പിളൊക്കെ ഇരിക്കുന്ന കസേര. എങ്ങനെ പ്രിൻസിപ്പിൾ എത്രയോ രാത്രികൾ ഉറക്കം വിളിച്ചിട്ടുണ്ടാവും, അതൊരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസവും അതിനോടൊപ്പം എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ കൂടെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു മെസ്സേജും കൂടി പറയുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 1 മണിക്കൂറിൽ ഓരോ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന്. ഇന്നത്തെ ഈ ദിവസം ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കൊച്ചു പെൺകുട്ടികൾക്ക് വേണ്ടി. അവർ മാലാകമാരാണ്, പെൺകുട്ടികളാണ് നാളെ അമ്മമാരാവേണ്ടവർ, നാളെ തലമുറ ഉണ്ടാക്കേണ്ടവർ. ഞാൻ മത്തെന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതൊരു മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരാളായിട്ടായിരുന്നു. അപ്പോൾ അതിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സംഗീത സംവിധായകൻ സക്രിയ ബക്കളം, അതിപ്പോൾ അത് സംഗീതം ചെയ്തിട്ട് അതിന് സിനിമയിൽ കാണാൻ സാധിച്ചില്ല. ഇതൊരു ഫെസ്റ്റിവൽ മൂവിയായിരുന്നു. അതിൻ്റെ ബാക്കി വരികൾ പൂർത്തിയാക്കിയത് ഷംന എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. അത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ പെൺകുട്ടികൾ ഇനി ഒരിക്കലും പീഡിപ്പിക്കപ്പെടരുത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട അച്ഛൻ്റെ രോദനമാണ് ഒരു സംഗീതം. അത് ഞാൻ തന്നെ പാടണമെന്ന് പറഞ്ഞു. ഇത് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഞാൻ പാടി. ചിത്രചേച്ചി ഉണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസിൻ്റെ പേജിൽ ഇപ്പോഴും അത് ഷെയർ ചെയ്തിട്ടുണ്ട്, എം ജയേന്ദ്രൻ്റെയും. അപ്പോൾ ഈ പാട്ട് ഞാൻ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. മാലാഖമാർ അവരുടെ കണ്ണിൽ നിന്നും 2026 ഒരിക്കലും ഒരു കണ്ണീരിൻ്റെ അംശം പോലും ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പാട്ടിലേക്ക് കിടക്കുകയാണ്. അതിനെനിക്കൊരു മൈക്കിൻ്റെ ആവശ്യമുണ്ട് പാടാൻ. അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളവും വേണം. ഹലോ, ഒരു കുപ്പി വെള്ളം തരണം. പണിയെടുക്കട്ടെ എന്ന്, കാശ് കൊടുക്കണല്ലേ അല്ലേ? താങ്ക് യു. ഒന്ന് ആ ട്രാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹലോ 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 ഓക്കെ 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 താങ്ക് യു താങ്ക് യു. അപ്പോൾ ഇത് എഴുതിയത് ഞാൻ പറഞ്ഞല്ലോ, സക്രിയ ബക്കളത്തിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. ഷംന എന്ന് പറഞ്ഞൊരു കുട്ടി, ഇപ്പോൾ തൃശ്ശൂരാണ്. ആ കുട്ടിയാണ് ഇത് പൂർത്തിയാക്കിയത്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മാലാക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നു. താങ്ക് യു. എന്റെ കുഞ്ഞല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ നീ എൻ്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛൻ്റെ നെഞ്ചിൽ തീയല്ലേ. പാലൂറും ചിരിയോ നിന്തേൻ മൊഴിയോ
എൻ്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ, നീ എൻ്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ, നീ ദാരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛൻ്റെ നെഞ്ചിൽ തീയല്ലേ. കൊഞ്ചിപ്പിണങ്ങിയൻ മുത്തുവളര് കൺമുന്നിലച്ഛന് പൊന്മകളായി കണ്ണീമ ചിമ്മാതെ കാത്തുകൊള്ളാം ഈ ജന്മം നിനക്കായൻ പെൺമകളെ. താരീരരോ രാരോ താരീരരോ താരീരരോ രാരോ താരീരരോ താരീരരോ രാരോ താരീരരോ താരീരരോ രാരോ താരീരരോ. 2026 ഒരു കുഞ്ഞിൻ്റെയും, നമ്മൾ വഴിയിലൊരു കുഞ്ഞ് നിൽക്കുമ്പോൾ, ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കുഞ്ഞല്ലാന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതിരിക്കരുത്. അത് നമ്മുടെ കുഞ്ഞാണ്. നമ്മൾ അവരെ സംരക്ഷിക്കണം. നമ്മൾ ആൺകുട്ടികളെ സംരക്ഷിക്കണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം. ഒരു കുഞ്ഞിൻ്റെയും കണ്ണീർ വീഴാതിരിക്കട്ടെ. നല്ല സൗണ്ട് സിസ്റ്റം, നല്ല ഓപ്പറേറ്റിംഗ്, അത് ഞാൻ പ്രത്യേക, കാരണം എന്നെ പോലുള്ളവർക്ക് ഒരു 20% പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത സൗണ്ടിൻ്റെ പേരെന്താണ്? മീഡിയ വേവ്സ്. ആരോ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്? ടെൻസനാ, ഡെൽസ്. താങ്ക് യു. അപ്പം നല്ല സൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഒരു പാട്ടും കൂടി പാടാം. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് നല്ല സൗണ്ട് സിസ്റ്റം കിട്ടിയാൽ നമ്മൾ വിഴുങ്ങും. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, അത് നമ്മൾ കുഞ്ഞുങ്ങൾക്കല്ല മാതാപിതാക്കൾക്കാണ്. കാരണം ഞാനൊരു ഇമോഷണലാക്കിയാണ് പോകുന്നത്. നമ്മൾ ഹാപ്പി ആവാം, കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്. അതിന് കുറച്ച് കുട്ടികൾ ആവശ്യമാണ്. ഇത് മാതാപിതാക്കൾക്ക് പറഞ്ഞാൽ 80s 90s പാട്ടാണ് പാടാൻ പോകുന്നത്. കുട്ടികൾ സ്റ്റേജിലേക്ക് വരിക. കുട്ടി എന്ന് പറഞ്ഞാൽ വീരാൻകുട്ടിയും മാധവൻകുട്ടിയല്ല, 50 വയസ്സുള്ള കുട്ടികളല്ല പറഞ്ഞത്. ചെറിയ കുട്ടികളെല്ലാവരും വരട്ടെ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എല്ലാവരും സ്റ്റേജിൽ. അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു വേദി കിട്ടുന്നത്. വാ വാ, ധൈര്യമായിട്ട് വാ, എല്ലാവരും ഒന്ന് കൈയടിക്കുക. വരുന്നുണ്ട്. ഈ കുട്ടീനല്ലേ വിളിച്ചത്, വേറെ കുട്ടികളുണ്ട്. സമയമുണ്ടല്ലോ, പിള്ളേരുടെ പരിപാടി കാണാനായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ഞാൻ സമയം അതിക്രമിക്കുന്നുണ്ടോ എന്ന് സംശയം. കുഴപ്പമില്ല. ഇവിടെ ബാ 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 ബാ, ഇവിടെ ഒരാള്. ബാ 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 വന്നേ. അടിപൊളി. ഇത് നോക്കിയേ, മഞ്ഞ ഡ്രസ്സ്. എൻ്റെ അമ്മ, ഇതെന്താണിത്? സ്കൂള് വിട്ടാ? ഞാൻ ഇതൊക്കെ എവിടെ ഇരിക്കായിരുന്നു? മോൻ്റെ പേരെന്താ? വാട്ട്സ് യുവർ നെയിം? രാജു. അത് മതി. എൻ്റെ അടുത്ത് മാമുക്കോയെ ചോദിക്കും, നിനക്ക് എന്ത് പേരായിട്ടാണ്? ടിനി ടോം എന്ന്. വിഷത്തിനടിക്കണ പേരാണല്ലോ എന്ന് ചോദിച്ചു. ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരിക്കും ഇതല്ല, എൻ്റെ പേര് ദേവസി എന്നാണ് പള്ളിയിലിട്ടേക്കണത്. പക്ഷേ സിനിമാ താരം ദേവസി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും വരൂല. അതുകൊണ്ടാണ് ടിനി ടോം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ പേരുകൾ. മോൻ്റെ പേര് പറഞ്ഞേ? മുഹമ്മദ് സിദാർ. ഓ, ഒന്ന് കൈയടിച്ച. അവൻ്റെ സ്ട്രെങ്ത് കണ്ട. ദേ ഒരു കുഞ്ഞു നായിക. പറഞ്ഞ പേരെന്താ? മന്ന. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ റിപ്ലൈ ചെയ്യുന്ന ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കോച്ചിങ് കൊണ്ടാണ്. ഇവരൊന്നും ഒരിക്കലും ഇൻട്രോവേർട്ട് ആവരുത്. ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, സ്റ്റേജിൽ കയറുന്നവർക്ക് ഒരിക്കലും ഒരാളെ ഫേസ് ചെയ്യാൻ വിഷമം ഉണ്ടാവില്ല. അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മാക്സിമം കുട്ടികൾ, എത്രയോ കുട്ടികളുണ്ടോ പല കാര്യങ്ങൾക്ക് അവർ കയറി. ഇത്തവണ കയറാൻ പറ്റാത്ത കുട്ടികളും അടുത്ത തവണ പെർഫോമൻസിന് കയറണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 80s 90s പാട്ടുകളാണ്. മിഥുൻ ചക്രവർത്തിയുടെ പാട്ടാണ്. അതുപോലെ തന്നെ ബാപ്പി ലഹരി, ഇളയരാജ, AR റഹ്മാൻ. ഈ 3 പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടൊരു മെഡ്ലേ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾ കൈയടിക്കണം, എന്നാലേ അവർ ഡാൻസ് കളിക്കുള്ളൂ.
അപ്പോൾ ആ പാട്ടിലേക്ക് കിടക്കാം. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ പ്ലീസ് സെക്കൻഡ് ട്രാക്ക്. അപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യണം കേട്ടോ. ഡാൻസ് ഇങ്ങനെ കാണിക്കേ. അത് വേണ്ട ഇവർ എൻ്റെ പൊന്നും എന്തായാലും അവർ ചെയ്യും. പതുക്കെ സ്റ്റേജ് വിളിഞ്ഞു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവരും മൊബൈലിന്റെ ടോർച്ച് ഒന്ന് ഓൺ ചെയ്തേ, ഭയങ്കര രസമായിരിക്കും. എല്ലാവരും ചെയ്യും. കുറച്ച് നേരത്തേക്ക് മതി അല്ലേ? ഇത് കണ്ട ആകാശം പോലെ ഇരിക്കുന്നു. ഒന്ന് ക്യാമറ എടുക്കണേ. तेरा प्यार याद आ रहा है तेरा प्यार कहाँ तुम हुए तुम कहाँ गुम भी जा एक बार ओ याद आ रहा है तेरा प्यार यारो मैं तो यहाँ जीता रहा सारे गम दिल को भुला के मुझको मिली सारी खुशी मैं तो यहाँ जीता रहा सारे गम दिल को भुला के मुझको मिली क्या जिंदगी ओ याद आ रहा है तेरा प्यार ए रहमान Here we go. കളിക്കേ. Random പുന്നകൈ മുറിവില്ല പുന്നകൈ random പുന്നകൈ മുറിവില്ല പുന്നകൈ என்றும் நான் மீண்டும் மீண்டும் பிறந்தேன் ஒரு துளை வாழ்வாயில்லை அந்த புன்னகை முடிவில்லா புன்னகை என் உயிரே ஓ என் உயிரே என் உயிரே என் உயிரே ദീം ദീം ദാനാന ദീം ദാനാന ഓർമ്മയില്ലയോ ദീം ദീം ദാനാന ദീം ദാനാന കാതലില്ലയോ ദീം ദീം ദാനാന ദീം ദാനാന ഓർമ്മയില്ലയോ ദീം ദീം ദാനാന ദീം ദാനാന കാതലില്ലയോ. ഇതെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് കേട്ടോ. എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം രാത്രികൾ വന്നുവിട്ടാൽ സാത്തിരങ്ങൾ ഓടിവിടും എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം രാത്രികൾ വന്നുവിട്ടാൽ സാത്തിരങ്ങൾ ഓടിവിടും கட்டழகு பொண்ணு இருக்கு வட்ட வீடும் பாட்டு இருக்கு தொட்ட இடம் அத்தனையும் பிம்பம் என்று துன்பம் யாரானறி எப்போதும்
ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும். கட்டழகு பொன்னிருக்கு வட்டமிடும் பாட்டிருக்கு தொட்ட இடம் அத்தனையும் இன்பம் என்று துன்பம் யாரறியோ. സത്യം പറഞ്ഞ് എനിക്ക് പേടിയായിപ്പോയി. എന്താ പറയട്ടെ, ഈ പിള്ളേർ ഫ്രണ്ടിലേക്ക് വരുന്നത് പുറകിലോട്ട് പോകുന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞൊരു കുത്തബ് മിനാറിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെയുണ്ട്. അപ്പം സ്കൂൾ വിട്ട് എല്ലാവരും വീട്ടിൽ പോയിക്കോ. സ്കൂൾ വിട്ട് സ്കൂൾ വിട്ട് ഹലോ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ. ഇത് ഇടത്തലയിലുള്ള ആൾക്കാർ തന്നെയാണ് കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെയാണ്. മുഖ്യമന്ത്രിനെ വിളിച്ചു പറയണം, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കുഞ്ഞുങ്ങളുണ്ടാവുക എന്നുള്ളതും. ആ നാട് വികസിക്കും. നമുക്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഓഡിയൻസിന് കിട്ടും. അപ്പോൾ വളരെ സന്തോഷം. എന്തായാലും എൻ്റെ പ്രാർത്ഥന, കാരണം ഞാനിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഒന്നാമത് പിള്ളേർ ഈ സ്റ്റേജും എല്ലാം നല്ല സ്ട്രോങ് ആണ്, പക്ഷെ ഇത്രയും ഉയരം കൂടിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് സഹകരിച്ചു എല്ലാവരും. നല്ലൊരു ആനുവൽ ഡേ ആണ് നമ്മൾ ആഘോഷിച്ചത്. വീണ്ടും നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ എന്നെ ഇപ്പോൾ ടി വിയിലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജാനുവരിയിൽ എൻ്റെ റിലീസാവുന്ന പടം ഒരു വലിയ പടമാണ്. പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന ജയരാജ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപിയുടെ ഒപ്പം ഒരു വേഷം ചെയ്യുന്നു. എൻ്റെ പല സിനിമകൾക്ക് ഇത്രയും പേര് തിയേറ്ററിൽ വരാറില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇവിടെ നിന്ന് വരണമെന്ന് അപേക്ഷിക്കുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും പ്രിൻസിപ്പൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഒരു പണിയും കൂടി കൊടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. 2026 നമുക്ക് നന്നായിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് ഇൻഷാല്ലാ. താങ്ക് യു. Thank you so much, sir. Team spirit and collective effort define true success. We now announce the house-wise championship results for the academic year 2024-25, celebrating unity and leadership. Based on the consistent performance and collective effort, we are proud to announce the overall championship house of the academic year. Now, it is my pleasure to welcome our beloved chief guest onto the stage to give away the prize. Sir, please. The house that stood out with excellence, discipline, and unity, securing the highest number of points and setting back a benchmark for others, is none other than Red House. I would like to invite the house mistress along with the captain and vice captain onto the stage, please. Let's give them a big round of applause. Congratulations to the house mistress and the team members. I think that's the well-deserved award. Now next, with commendable performance and strong determination throughout the year, the first runner-up house is Yellow House with 655 points. I now invite our dear house mistress and the team to come forward and receive the prize. Congratulations to Yellow House. Next, it is a turn for the second runner-up. Showing great enthusiasm and competitive spirit in all the activities, the second runner-up house is Greenhouse. I would like to invite the house mistress along with the captain and vice captain onto the stage, please. A huge round of applause for Greenhouse. Congratulations on your spirited participation and achievements. Next, we have the Range Funoon, our Arts Fest champion, and it is none other than Red House.
Once again, with 440 points, I invite the house mistress and the captain and vice captain to receive the prize. Please give them a big round of applause. Next, it is a time to announce the sports champion house of the academic year. It is Blue House. Here comes the house mistress and the captain and vice captain. Congratulations. Thank you so much, sir, for giving the prizes. We now move to the felicitation segment, a moment to honor and acknowledge valued voices. I invite Advocate V.K. Siddiq, sir, the Vice President of Pengadisheri Juma Masjid, to address the gathering. Sir, please. ബഹുമാന്യനായ അധ്യക്ഷൻ പെങ്ങാട്ടുശ്ശേരി മുസ്ലിം ജമാഅത്തിൻ്റെ ചെയർമാൻ കെ അബ്ദുൽ കലീൽ സാഹിബ്, സ്കൂൾ മാനേജർ അബ്ദുൽ ഹക്കീം സാർ, സ്കൂൾ സെക്രട്ടറി, ജമാഅത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ കെ അലി സാഹിബ്, പ്രിൻസിപ്പൽ മാഡം, വേദിയിലുള്ള മറ്റ് ജമാഅത്ത് കമ്മിറ്റിയുടെയും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ വൈകിയ വേളയിൽ ഒന്നും തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കുട്ടികളുടെ പരിപാടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടി വളരെ സന്തോഷപൂർവ്വം കാതോർത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 21 വർഷക്കാലം നമ്മുടെ പല നാഴികക്കല്ലുകളും താണ്ടിക്കൊണ്ട് നമ്മുടെ കലാലയം ഇന്ന് നല്ല ഒരു നിലയിൽ അഭിവൃദ്ധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ഒരുമിച്ചുള്ള പ്രയത്നങ്ങളും പ്രയാണങ്ങളുമാണ് ഈ നിലയിൽ നമ്മെ വളർത്തിയത്. തുടർന്നും ഈ രീതിയിലുള്ള സഹകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ പരിപാടികൾക്കായി തയ്യാറാക്കിയ അധ്യാപകർക്കെല്ലാം പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് മുൻവശത്തെ നിരയിലിരിക്കുന്ന രക്ഷിതാക്കൾ പുറകുവശത്തേക്ക് കസേരകളിലേക്ക് മാറിയിരിക്കാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു. Next, I invite Sri M.B. Koyakutty, the Vice President, Pengadisheri Juma Masjid. I invite Sri Shamsuddin Kirakedatha, the Executive Member of Al Hind Public School, to deliver his words of encouragement. So please. ബഹുമാനനായ പെങ്ങാട്ടുശ്ശേരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും അൽ ഹിന്ദ് പബ്ലിക് സ്കൂളിൻ്റെ ചെയർമാനുമായ കെ അബ്ദുൽ കലീൽ സാഹിബ്, വേദിയിലുള്ള സ്കൂൾ മാനേജർ അബ്ദുൽ ഹക്കീം, സെക്രട്ടറി അലി കാമ്പായി, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നാം എല്ലാവരും നമ്മുടെ മക്കളുടെ പരിപാടി കാണാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ സ്കൂളിൻ്റെ വിജയത്തെക്കുറിച്ചും നാളിതുവരെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും റിപ്പോർട്ടുകളിലും ഇവിടെ പ്രസംഗിച്ച പല ആളുകളും പ്രതിപാദിക്കുകയുണ്ടായി. ഇനിയും ഞങ്ങളുടെ ഈ
പ്രവർത്തനങ്ങളിലെല്ലാം, സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. അസ്സലാമു അലൈക്കും. Thank you, sir. Every meaningful event concludes with gratitude. To express our heartfelt thanks to everyone who contributed to the success of this big celebration, I invite Srimati Razina Hydros, the Vice Principal of Al Hind Public School, to deliver the vote of thanks. Ma'am, please. Good evening, everyone. Respected dignitaries on and off the dais, Honorable Chief Guest of the Day, Principal, teaching and non-teaching staff, parents, and my dear students. It is with immense pleasure and a heart full of gratitude that I stand before you today to deliver the vote of thanks on this wonderful annual day celebration. On behalf of everyone present here, I take this moment to express our deepest gratitude to our esteemed school management, headed by Chairman Abdul Khalil sir, General Secretary Ali Kambail sir, School Manager Abdul Hakim sir, and all other dignified management members. Your visionary leadership, constant encouragement, and unwavering belief in our potential are the bedrock of our success. Thank you for your invaluable support and commitment to our institution's growth and excellence. I take this opportunity to extend our heartfelt gratitude to our esteemed Chief Guest of the Day, Shri Tini Tom, for gracing this occasion and sharing your precious time with us. We are honored to have had the privilege of hearing from you. Thank you for making this occasion even more memorable. I would like to extend sincere thanks to our esteemed Principal, Ms. Chitra TG. We are extremely grateful for your guidance, leadership, and the support. Your dedication and commitment to the growth of the school are truly remarkable. I take this opportunity to extend our heartfelt gratitude to Janab Al-Hafiz Muhammad Ashik Ibrahim Hudavi, Chief Imam Pengat Shiri Muslim Jamaat. We are deeply grateful for the time and effort you have taken to be with us today. Your inspiring words have not only enlightened our minds, but also touched our hearts. Thank you once again for gracing this occasion. May your guidance continue to illuminate our paths. A special thanks to our Junior Vice Principal, Ms. Sajmin K.A., for the invaluable guidance and support. Your efforts in balancing the academics in the preparation for today's celebration are truly appreciated. I would like to express my deepest gratitude to our program coordinator, Ms. Sijala K.M., and the team, Ms. Rasna, Ms. Bima, and Ms. Shabana Majid, whose meticulous planning and dedication have ensured the seamless execution of today's program. We are grateful for your commitment for making this event unforgettable. A big thank you to our amazing teaching and non-teaching staff for your teamwork and tireless efforts in mentoring our students and managing the numerous responsibilities. A big thanks to our choreographers, magician, and our teacher, Ms. Darshana, Mathematics Department, who had worked constantly to train, guide, and inspire our students. I extend our deepest appreciation for your hard work and the energy you brought to the event. It is my privilege to extend our heartfelt gratitude to a very important group of people, our dear parents. We deeply appreciate the trust you have placed in us to nurture and guide your children. Your presence here makes all the differences, and we look forward to your continued support in the future. My heartfelt gratitude to the stars of this event, our talented students and participants. A big thank you to each and every one of you for your hard work, enthusiasm, and dedication. We are all incredibly proud of you. I would like to thank our supporting team, the administration team, technical staff, security, and maintenance crew, whose tireless efforts ensured that everything runs smoothly. Your work behind the scenes has been invaluable. We also extend our gratitude to everyone else who helped us in any way. Your collective contribution has played a crucial role in bringing today's event to life. Without your efforts, today's annual day would not have been the success that it is. Thank you all for being a part of this wonderful day. With that, I wish you a pleasant evening ahead. Thank you once again.